ഷോപ്പിലെത്തി. ഷോപ്പിൽ വന്ന് കയറി ഒരു ചന്ദനത്തിൽ എത്തിച്ച് വെക്കണം. അപ്പോൾ ഷോപ്പൊക്കെ അടിച്ച് വാരിയിട്ട് തിരി കത്തിച്ച് വെക്കട്ടെ. അപ്പം ഞാൻ അവലും വെള്ളം കുടിക്കാൻ വന്ന കേട്ടോ. ഇവിടെ ഇപ്പോൾ പുതിയ കുറച്ച് ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ട് 2-3 വട്ടം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഇഷ്ടം തോന്നി. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി കഴിക്കും. ഞാൻ ഏട്ടനുണ്ട്. ഏട്ടൻ കാന്താരിയൊക്കെ ഇട്ട മോരും വെള്ളം കുടിച്ചു. ഞാൻ അവലും വെള്ളം. പിന്നെ അവിടെ കുറേ മുട്ടായികളൊക്കെ ഉണ്ട്. ഷോപ്പിൽ വന്ന് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കട തുടങ്ങിയിട്ടുണ്ട്. വെള്ളം, അവലും വെള്ളം, മോരും വെള്ളം, കുറേ മുട്ടായികൾ. അപ്പോൾ രാവിലെ തന്നെ ഷോപ്പ് തുറന്നിട്ടിട്ട് വെള്ളം കുടിക്കാൻ പോയി. അവലും വെള്ളം കുടിച്ചു. അവന് പിന്നെ ഒരു മുട്ടായി ചുരുക്കം അത് വാങ്ങി പോന്നു. കുറേ മുട്ടായികളുണ്ട് അവിടെ. പണ്ടത്തെ കുറേ മുട്ടായി ഐറ്റംസ് അത് വാങ്ങിപ്പോന്നു. ഇനിയിപ്പം ഇന്ന് കല്യാണത്തിൻ്റെ ബാക്കി തയ്ക്കാണ്ട്, അത് തയ്ക്കണം. ബ്ലൗസുകളാണ് ഫുൾ. ബ്ലൗസൊന്നും തയ്ക്കാൻ അറിയില്ലായിരുന്നു, ഒട്ടും അറിയില്ലായിരുന്നു. ബ്ലൗസിൻ്റെ ABCD അറിയില്ല. അപ്പം ഞാൻ കടയിൽ വന്നപ്പോൾ ആദ്യം കടയിൽ വന്നപ്പോൾ ചേച്ചി എനിക്ക് ചുരിദാറൊക്കെ തയ്ക്കാൻ അറിയായിരുന്നു. ഒക്കെ യൂട്യൂബിൽ നോക്കി പഠിച്ചായിരുന്നു. പക്ഷെ ബ്ലൗസ് കുറേ കട്ടിങ്ങൊക്കെ വരുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് ശരിയാവുമോ, വെട്ടിയാൽ ശരിയാവുമോ, തയ്ച്ചാൽ ശരിയാവുമോ എന്നറിയാഞ്ഞിട്ട് ഞാൻ അത് നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ കടയിൽ ചേച്ചീൻ്റെ ഒപ്പം തയ്ക്കാൻ തുടങ്ങിയപ്പോൾ ചേച്ചി വെട്ടി തന്ന് അങ്ങനെ തയ്ച്ച് പഠിച്ചു. തയ്ക്കുന്നത് എങ്ങനെയാണെന്നറിയാം, മനസ്സിലായി. പിന്നെ ഞാൻ ചേച്ചി പോയ പിന്നെ അധികവും ബ്ലൗസ് തയ്ക്കാനാണ് ഇവിടെ കൊണ്ടുവരിക. ചുരിദാറൊക്കെ ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും വീട്ടിലിരുന്ന് തയ്ക്കണേ കൊണ്ട് പിന്നെ മടിയുള്ളവരെ അങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. അപ്പോൾ അങ്ങനെ തയ്ച്ചത് കൊണ്ട് ബ്ലൗസ് എന്താ പറയുക, യൂട്യൂബ് നോക്കി. പിന്നെ എനിക്ക് അറിയണ ഒരേട്ടനുണ്ട്, മുരളിയേട്ടൻ എന്ന് പറയും. ആ ഏട്ടനോട് ചോദിച്ചിട്ട് ഇവിടെ അടുത്തൊരു ഏട്ടനുണ്ട് തയ്ക്കണ. ജെൻസിൻ്റെ ആണ്, പക്ഷേ ഏട്ടന് ലേഡീസിൻ്റെയൊക്കെ നന്നായിട്ട് തയ്ക്കും. ആ ഏട്ടനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഇപ്പോൾ ഫുൾ ബ്ലൗസ് വെട്ടി അടിച്ചു കൊടുക്കാൻ തുടങ്ങി. കുറേ ഞാൻ സ്വന്തമായിട്ട് ഇരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫുള്ള് ബ്ലൗസാണ് വരിക. അങ്ങനെ പിന്നെ എനിക്ക് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും ഞാൻ പഠിച്ച കാര്യമല്ല, ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് പഠിക്കുന്നത്. എംബ്രോയ്ഡറി ചെയ്യും. പിന്നെ ബീഡ്സ് വർക്ക് കല്യാണ ബ്ലൗസിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേശ്ശൊക്കെ ചെയ്ത് അങ്ങനെ റെഡി ആയിരുന്നു. തയ്ക്കണത് ഇത് സാധാ ഒറ്റ ബ്ലൗസാണ്, ലൈനിങ് ഇല്ലാതെ തയ്ക്കുന്നത്. പക്ഷെ എനിക്കിഷ്ടം ലൈനിങ് വെച്ച് തയ്ക്കുന്നതാണ്. അതാവുമ്പോൾ തുന്നുണ്ടല്ലോ, കഴുത്തും കൊളുത്തും മാത്രം തുന്നിയാൽ മതി. ഒറ്റ ബ്ലൗസ് ആകുമ്പോൾ കഴുത്ത് തുന്നണം, കൈ തുന്നണം, ബാക്ക് പീസ് അടിവശം തുന്നണം. ഒറ്റ ബ്ലൗസ് തയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമാണ്. തയ്ക്കാൻ ഇഷ്ടമാണ്, തുന്നാൻ വലിയ താല്പര്യമില്ല. ഇതൊരു കല്യാണ ബ്ലൗസാണ് കേട്ടോ. ബാക്ക് ഓപ്പണാണ് വരുന്നത്. പ്രിൻസസ് കട്ടിൽ. പ്രിൻസസ് കട്ടാണ്. കയ്യിൽ ലേസാണ് വെച്ചാൽ ഒരു ലേസ് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് തന്നാണ്. ഇത് വെച്ച് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക്
ബാക്കിലിത് ഓൾറെഡി ഉള്ള വർക്കാണ്. പിന്നെ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ ലേസ് വെച്ചടിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇത് ചോളിയാണ്, ചോളീൻ്റെ ബ്ലൗസ്. ഹാങ്ങിങ് വെച്ചിട്ട് അടിയിൽ കയ്യിലും ഹാങ്ങിങ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് പ്രിൻസസ് കട്ടിലാണ് വന്നിരിക്കുന്നത്. ബാക്ക് ഓപ്പണായിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. സമയം 2 മണിയായി. സ്പെഷ്യൽ മീൻ കറിയും മീൻ വറുത്തതും. കറിയൊക്കെ ഞാൻ ഇതിൽ തന്നെ വെച്ചാൽ പോകുന്നത്. ഇന്നലെ വാങ്ങിച്ച കഷ്ണം മീനാണ്. എന്താ വെള്ള ചൂതയോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരാൾ തയ്ക്കാൻ കൊണ്ടുവന്നുണ്ട്. ചേച്ചിയാ, അതാണ് മാറി നിൽക്കുന്നത്. കൈ കഴുകിട്ടെ. ഇനിയാണ് പണി. കൈ തുന്നണം, കഴുത്തും തുന്നണം. പിന്നെ ഇതാ ഇവിടെ ബാക്ക് പീസിൻ്റെ ഇവിടെ ഇതും തുന്നണം, കൊളുത്തും വയ്ക്കണം. അപ്പം ഇനി ഇത് ബാക്കി വീട്ടിൽ ചെന്നിട്ട് ഇനി ഒരു ബ്ലൗസും കൂടെ അടിച്ച് ചേർക്കുന്നുണ്ട്. ഇത്രയുള്ളൂ.